നമ്മൾ ചിന്തിക്കുന്ന വിഷയം വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ കർത്താവ് യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത് ഭയങ്കര മാറ്റങ്ങളാണ്. നമ്മൾ ഒരു സമൂഹത്തിലായിരിക്കുമ്പോൾ ആ സമൂഹത്തിന് നമ്മൾ എങ്ങനെ ഒരു അനുഗ്രഹമായി മാറും, ഒരു സഭയ്ക്ക് എങ്ങനെ ഒരു അനുഗ്രഹമായി മാറും, ഒരു കുടുംബത്തിന് എങ്ങനെ അനുഗ്രഹമായി മാറും. എനിക്ക് അനുഗ്രഹമായിരിക്കണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. ഞാൻ അനുഗ്രഹിക്കപ്പെടണം, അത് തെറ്റൊന്നുമല്ല. പക്ഷേ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ചിന്താഗതിയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പഠിപ്പീരും സ്പിരിച്വാലിറ്റിയേക്കാളും കൂടുതൽ കർത്താവ് പഠിപ്പിച്ചത് ഈ ഭൂമിയിലെ ജീവിതത്തിൽ നാം എങ്ങനെ എഫക്റ്റീവാകും എന്നുള്ളതിനെക്കുറിച്ചാണ്. എഫക്റ്റീവാകും. ഇന്നത്തെ പ്രധാനപ്പെട്ട പല പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ആൾക്കാരുടെ പഠിപ്പീര് ശ്രദ്ധിച്ചാലും എടുത്തിരിക്കുന്നത് മിക്കവാറും ബൈബിളിൽ നിന്നാണ്. എന്തുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോൾ നമ്മളായിരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ, നമ്മളെല്ലാവരും എപ്പോഴും നമ്മുടെ ചിന്ത നമ്മളിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കും മാത്രമാകുമ്പോൾ കർത്താവ് പറഞ്ഞത്, നിന്നെ ഞാൻ ആക്കിയിരിക്കുന്നത് ലോകത്തിൻ്റെ ഉപ്പായിട്ടാണ്, വെളിച്ചമായിട്ടാണ്. നിൻ്റെ പ്രകാശം മറ്റുള്ളവർ കാണണം, നിൻ്റെ സ്വഭാവം വഴിയുള്ള രുചി മറ്റുള്ളവർ അറിയണം. അങ്ങനെ നിങ്ങൾ കർത്താവിൻ്റെ മക്കൾ എന്ന് മറ്റുള്ളവർ അറിയാനിടയാകണം. എല്ലാവരുടെയും ഒരു ചിന്ത സ്പിരിച്വാലിറ്റി ആയിക്കഴിഞ്ഞാൽ കർത്താവ് ഹാപ്പിയായി എന്നാണ്. കൈയടിച്ചു, പാട്ടുപാടി, വെള്ളവസ്ത്രം ധരിച്ചു, ചർച്ചിൽ പോയി, കൺവെൻഷന് പോയി, ഉടനെ എല്ലാവരുടെയും വിചാരം നമ്മുടെ സ്പിരിച്വാലിറ്റി ആയി എന്ന്. നമ്മുടെ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ കാണിക്കുന്ന ഈ പല കാര്യങ്ങളിലുമല്ല. നമ്മുടെ സ്പിരിച്വാലിറ്റി നമ്മുടെ ഉള്ളിലാണ്. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ആ മനുഷ്യൻ്റെ ഉള്ളിലാണ് ആ വ്യക്തിയുടെ സ്പിരിച്വാലിറ്റി നിലനിൽക്കുന്നത്. മറ്റുള്ളവർ നമ്മളെ നോക്കുമ്പോൾ അവർ കാണുന്നത് നമ്മുടെ സ്പിരിച്വാലിറ്റി നോക്കിയിട്ടല്ല ഒരാൾ നമ്മളെ അളക്കുന്നത്, നമ്മൾ അവരോട് ഇടപെടുന്ന രീതിയിൽ. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പുറകെ അല്ലെങ്കിൽ കൂടെ നടന്നവരും മിക്കവാറും പാപികളും തള്ളപ്പെട്ടവരും കൊള്ളരുതാത്തവരും തെമ്മാടികളും കരക്കാരും പിടിച്ചുപറിക്കാരെന്ന് ആൾക്കാർ പറഞ്ഞ് തള്ളിക്കളഞ്ഞവരും ഒക്കെ യേശുവിൻ്റെ കൂടെ പോയി. എന്തിനാണ് അവർ യേശുവിൻ്റെ കൂടെ പോയത്? നമ്മൾ മനസ്സിലാക്കേണ്ടത്, യേശുവിൽ അവരൊരു വ്യത്യാസം കണ്ടു. അവരുടെ ഇടയിൽ യേശു ഉപ്പായി തീർന്നു, അവരുടെ ഇടയിൽ യേശു വെളിച്ചമായി തീർന്നു. എല്ലാവരും അവരെ തള്ളിക്കളഞ്ഞുകൊണ്ടിരുന്നപ്പോൾ യേശു അവിടേക്ക് കടന്നു ചെന്നിട്ട് പറഞ്ഞു, ചേട്ടാ, നിങ്ങൾ തള്ളിക്കളയപ്പെടേണ്ട ആവശ്യമില്ലെന്നേ, നിങ്ങൾക്ക് ആവശ്യമായ വെളിച്ചം ഞാൻ തരാം. അവരെ സ്നേഹിക്കുവാൻ, അവർക്ക് വേണ്ടി കരുതുവാൻ യേശു ഇറങ്ങിയപ്പോൾ സംഭവിച്ചത്, ആ ജനക്കൂട്ടം മുഴുവൻ യേശുവിൻ്റെ പുറകെ കൂടി. അങ്ങനെയെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ തള്ളിക്കളയുന്നതാകാതെ നമ്മൾ യേശുവിനെ സ്നേഹിക്കുന്നവരാകുകയും യേശു ചെയ്തതുപോലെ നമ്മൾ മറ്റുള്ളവരുടെ ഇടയിൽ ഉപ്പാകുകയും ശ്രമിച്ചാൽ നമ്മളിൽ കൂടെയും കർത്താവ് വലിയവ ചെയ്യും. നിങ്ങളെ സ്നേഹിക്കുന്ന ആളുകളെ, നിങ്ങളെ മനസ്സിലാക്കുന്നവരെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ചിന്തിച്ച് നോക്കണം, നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിങ്ങളെ തള്ളിക്കളയുന്നവരെ ആയിരിക്കത്തില്ല, നിങ്ങളെ കുറ്റം പറയുന്നവരെ ആയിരിക്കത്തില്ല. നിങ്ങൾ സ്നേഹിക്കുന്നവർ നിങ്ങളെ മനസ്സിലാക്കി, നിങ്ങളുടെ കുറവുകളെ മനസ്സിലാക്കി, നിങ്ങളുടെ വീഴ്ചകളെ മനസ്സിലാക്കി എങ്കിലും നിങ്ങളെ സ്നേഹിക്കുന്നവരെയല്ലേ കർത്താവ് അതാ ചെയ്തേ. നമുക്കും അങ്ങനെയാകാം. അങ്ങനെയെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ മക്കളും അവൻ്റെ ശിഷ്യന്മാരുമായി മാറും.